നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ വീട്ടിൽ പോയത്. അപ്പോൾ വീട്ടിൽ വന്നാലുള്ളൊരു പതിവ്, അത് ചെറുപ്പം മുതലേ ഉള്ളൊരു പതിവായിരുന്നു. കുളിച്ച് വന്ന അപ്പോൾ തന്നെ പൂജാറൂമിൽ പോയി പ്രാർത്ഥിച്ച് ഒരു പോസിറ്റീവ് വൈബ് ഇട്ടു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതേ സിറ്റ് ഔട്ടിൽ വെറുതെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. കുറേ ആയല്ലോ നമ്മളെ വീടും പരിസരമൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വീടിൻ്റെ മുന്നിൽ വലിയ റബ്ബർ തോട്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ ഞാൻ അമ്മേൻ്റെ പൂന്തോട്ടത്തിൽ പൂ വിരിഞ്ഞൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. രാത്രിയിൽ വൈകുന്നേരം വന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെടീൻ്റെ 2-3 വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും ഡാർക്ക് ലാവൻഡർ ഷെയ്ഡും ആണ് കേട്ടോ ഉള്ളത്. പക്ഷേ വേറെ ഒരെണ്ണം നല്ല ഡാർക്ക് പൂ മാത്രം വിരിയുന്ന ചെടിയുണ്ട്. പിന്നെ അതിൻ്റെ വൈറ്റ് ഉണ്ട്. നല്ല അടിപൊളി ഒരു ചെടി തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഇത് ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോൾ ഇവിടെ ഓർക്കിഡൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ഈ ഒരു പൂവുണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാനും ഭംഗിയാണ്, നല്ലൊരു കളറുമാണ് കേട്ടോ. ഒരുപാട് പൂവിട്ടിട്ടുമുണ്ട്. ഈ വേനലിലും ഇതൊക്കെ ഇങ്ങനെ പച്ചപ്പായി നിൽക്കുന്നത് അമ്മ ഇങ്ങനെ എന്നും വെള്ളം ഒഴിക്കും കേട്ടോ. അമ്മയ്ക്ക് ഒട്ടുമിക്കതും വൈകുന്നേരം വെള്ളം ഒഴിക്കാനൊന്നും നേരം കിട്ടില്ല. അംഗൻവാടിയിൽ പോയി വന്ന് വീട്ടിലെ പണികൾ, പിന്നെ ഞങ്ങൾക്ക് പറമ്പിൽ കുറച്ച് വാഴയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും സമയം കിട്ടാറില്ല. അപ്പോൾ രാത്രിയിലാണ് അമ്മ വെള്ളം നനയ്ക്കാറുള്ളത്. അപ്പോൾ ദേ ഞാൻ ഈ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ രാവിലത്തെ ഒരു പ്രഭാതം ഇങ്ങനെ ചെടീൻ്റെ ഇടയിൽ കൂടെ ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് കിളികളുടെ ഒച്ച കേൾക്കാം, പൂക്കളൊക്കെ ഉണ്ടായത് കാണാം. നമുക്കൊരു മനസ്സിനൊരു പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഇരിക്കുന്നതാണല്ലോ നല്ലത്. പിന്നെ ഇത് ഇവിടെ 2 റോസ് വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ എപ്പോഴും വണ്ടീൻ്റെ ഒച്ചയാണ് കേട്ടോ. ഈ ഒരു പോക്കറ്റ് റോഡിൽ കൂടെ ഒരുപാട് ഓട്ടോറിക്ഷ ആയിട്ടും ബൈക്കും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു വൈബാണ് നമുക്ക് നമ്മളെ വീട്ടിൽ അതിങ്ങനെ നിൽക്കുമ്പോൾ. പിന്നെ കുറച്ച് ചൂട് കുറവാട്ടോ ഇവിടെ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കുറേ മരങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒന്ന് മുകളിൽ വേറൊരു ഫ്ലോറും കൂടെ ഉള്ളതുകൊണ്ട് താഴ്ഭാഗത്തേക്ക് കുറച്ച് ചൂട് കുറവാണ് കേട്ടോ. കുഴപ്പമില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ. അമ്മ നല്ല നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ്. അതായത് നല്ല കാറ്റും കിട്ടും, വെളിച്ചം കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഈ വീട്ടിലുള്ള എല്ലാവരും ഒട്ടുമിക്കതും ഈ വർക്ക് ഏരിയൻ്റെ ചുറ്റിപ്പറ്റിയായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്ന് വർത്തമാനം പറയുക, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് മാത്രം ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉള്ളിൽ തന്നെ ആയിട്ട് കഴിക്കുന്നത്. ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതേ നല്ല അടിപൊളി നൂൽപുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇവിടെ ഒട്ടുമിക്കതും വിറകടുപ്പിലാണ് കേട്ടോ. ഗ്യാസ് ഉണ്ടെങ്കിലും ഇവിടെയാണെങ്കിലും അരനേട്ടൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വിറകടുപ്പിലാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഗ്യാസിന് വില കൂടിയതും ഗ്യാസിൻ്റെ ക്ഷാമം, വില കൂടിയതല്ല, ഗ്യാസിൻ്റെ ക്ഷാമമായിരുന്നല്ലോ, അത് കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലും വിറകടുപ്പിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ എടക്കര എന്ന് പറയുന്ന ഒരു സിറ്റി പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഞാൻ കുറേ നാളായല്ലോ വിഷുവൊക്കെ ഇവിടെ കൂടിയിട്ട്. അപ്പം അമ്മയ്ക്ക് ആഗ്രഹം എനിക്കൊരു ടോപ്പ് എടുത്ത് തരണം എന്നുള്ളത്. ടോപ്പ് മീൻസ് ഒരു ഡ്രസ്സ് എടുത്ത് തരണം എന്നുള്ളത്. അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രായമായ അച്ഛമ്മയുണ്ട്, അതേപോലെ ഏട്ടൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഏറ്റവും ചെറുത്. ഞങ്ങളെ വീട്ടിലെ സീനിയർ സിറ്റിസണും എൽഡർ സിറ്റിസണും 2 പേരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓർക്കും കൂടെ ഡ്രസ്സ് എടുക്കാമെന്ന്. നമ്മളങ്ങനെയാണല്ലോ, ഒരു വിഷു വരികയാണെങ്കിലും ഓണം വരികയാണെങ്കിലും വേറെ ആർക്കും എടുത്തില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾക്കും വലിയ ആൾക്കും നമ്മൾ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും വേണ്ടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഏട്ടൻ്റെ വൈഫും കുട്ടിയും ഏടത്തിയമ്മേൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഓരും വരുന്നുണ്ട്. ഒരു നേരെ ഡ്രസ്സ് എടുക്കണം അങ്ങോട്ടേക്കാട്ടെ വരിക. അപ്പോൾ ഓരെയും കൂട്ടണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്താ വെച്ചാൽ വണ്ടി ഓടിക്കാൻ ഒരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇത് വന്നിട്ടുണ്ട്. ആ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരുടെ വീട്ടിലും വണ്ടി ഉണ്ടെങ്കിലും ഓടിക്കാൻ ആളില്ല. അനിയൻ ജോലിക്ക് പോയതാണ്, അവന് കോഴിക്കോടാണ് വർക്ക് ചെയ്യണത്. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ സൗദിയിലാണ്. പിന്നെ അരുണേട്ടൻ ഓഫ് കോഴ്സ് പുറത്താണല്ലോ. അങ്ങനെ വണ്ടി ഓടിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ അതേ അച്ചാച്ചനും അമ്മയും അച്ഛമ്മയും ബേക്കിലിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ ഒരു കൺസിഡറേഷനിൽ മുന്നിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു ചിരിയും ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലോട് എന്താ പറയുക, എല്ലാവരും ഓക്കെയാണ് വീഡിയോയിൽ വരുന്നതിൽ. പക്ഷെ എന്തായാലും ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ദേ ഞാൻ ഇന്നലെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റോഡും ഇവിടുത്തെ മുളങ്കാടൊക്കെ.
നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് അധികം പച്ചപ്പ് കാണാത്തത്. പിന്നെ ഇവിടെ ഈ ചക്കയൊക്കെ ഉണ്ടാവണ സമയത്ത് കാട്ടാനകളൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. ആ സമയത്ത് മാത്രമല്ല അല്ലാതെയും കാടായതുകൊണ്ട് തന്നെ കാട്ടാനകളൊക്കെ ചിലപ്പോൾ നല്ല രാത്രിയിലൊക്കെ വരുമ്പോൾ ഈ സൈഡിൽ ഈ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വരണം. അങ്ങനെ ഞങ്ങൾ വന്നത് എടക്കര എത്താനായിട്ടുണ്ട്. എടക്കര എത്തി ഏടത്തിയമ്മേനെയും കുട്ടീനെയും കൂട്ടിയിട്ടുണ്ട്. ഇതാണ്ട ഞങ്ങളെ കണ്ണമ്മോന്. ഇവനെ കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ 1 വയസ്സായതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് 2.5 വയസ്സായി. അവിടെ മലാവി പോയി തിരിച്ചു വന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത്. എന്താ പറയുക, ഈ ചെറുപ്പത്തിലുള്ള കണ്ണൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പുറത്തായതുകൊണ്ട് നമ്മൾ പുറത്തല്ലേ താമസിക്കുന്നത്, അതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വരുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അവൻ്റെ വർത്താനമൊക്കെ കേൾക്കുന്നത് ക്യൂട്ടായിട്ടുള്ള വർത്താനമാണല്ലോ. അപ്പോൾ അതേ കണ്ണനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ചമ്മയ്ക്കുള്ള സെറ്റും മുണ്ടൊക്കെയാണ് നോക്കണത്. ഒരുപാട് വെറൈറ്റി സെറ്റും മുണ്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കരയുള്ള ബ്ലാക്ക് ചെറിയ കരയുള്ളൊരു സെറ്റ് മുണ്ട് എനിക്ക് എടുത്തത്. കാരണം എൻ്റെ അടുത്തുള്ളത് മൊത്തം ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കോട്ടൻ്റെ സെറ്റ് മുണ്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിൽ ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഇനി കണ്ണൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാട്ടെ നമുക്ക്. കണ്ണനെന്നാണോ കണ്ണ ആന്റീനെ മറന്നോ കണ്ണ? ഇല്ലല്ലോ. കണ്ണനച്ചടെ സൗദിയിലാണോ? എപ്പോ പോയി? ആണോ? കണ്ണന് മുട്ടായി വാങ്ങി പറഞ്ഞേ. അച്ഛനോട് മുട്ടായി വാങ്ങി പറ. ഞങ്ങള് മോളിക്ക് പോവാറ. എന്നാ നടക്ക്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്നും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത കടയിൽ കയറാൻ. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതേ ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ കടയിലേക്ക് കയറിയിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്തൊക്കെയൊക്കെയോ ചട്ടിയ പാത്രം എന്തൊക്കെയോ വാങ്ങാനുണ്ട് പറഞ്ഞു. അച്ചാച്ചൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴാണ് അമ്മ എല്ലാ ഷോപ്പിങ്ങും നടത്താറുള്ളത്. അപ്പോൾ ഇവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് ഒന്നും ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നെ വീട്ടിലൊന്നും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വീട്ടിലെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ അച്ചമ്മയാണ് ഉണ്ടാക്കാറുള്ളത്. അതങ്ങനെയാണ്. പിന്നെ ആ ഒരു ടേസ്റ്റും അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ കുക്കറിൽ ചിക്കൻ അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. അതൊക്കെ അച്ഛമ്മേൻ്റെ റെസിപ്പീസൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ബിരിയാണി അവിടെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ക്ലീനിങ് പരിപാടിയിലൊക്കെയാണ് കേട്ടോ. അമ്മ പറയുമായിരുന്നു അടുക്കളയിൽ നിന്ന് എടുക്കല്ലേ, ഞാൻ തുടച്ച് നേരെയാക്കിയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പറഞ്ഞേ. ഇവരൊക്കെ ഈ വീഡിയോയിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പെരും മടിയാണ് വീഡിയോയിൽ വരാൻ. അതൊക്കെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മാറും കേട്ടോ. അപ്പോൾ ഏടത്തിയമ്മ കണ്ണന് ചോറൊക്കെ കൊടുത്തിട്ട് ഓനെ ഉറങ്ങി എണീറ്റപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അടുപ്പത്താണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അച്ഛമ്മേൻ്റെ ബിരിയാണിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നതും കപ്സ് ഉണ്ടാക്കി കഴിക്കുന്നതും ഒക്കെ വീട്ടിൽ നിന്നാണ്. അച്ഛമ്മ ഉണ്ടാക്കി തരും. അതായത് എവിടുന്നെങ്കിലൊക്കെ നമുക്ക് റെസിപ്പീസ് കിട്ടും. അങ്ങനെയാണ് അച്ഛമ്മ ഉണ്ടാക്കി തരാറ്. പിന്നെ പണ്ട് നമുക്ക് ഹോട്ടലുണ്ടായിരുന്നു. ഞങ്ങളൊന്നും അന്ന് ജനിച്ചിട്ടില്ല കേട്ടോ. അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അച്ഛമ്മ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ട ഉണ്ടാക്കാനും ബിരിയാണി അല്ല പൊറോട്ട അങ്ങനത്തെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വർക്ക് ഏരിയയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു വർക്ക് ഏരിയയിലായിരിക്കും ഉണ്ടാവുക. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാവർക്കും നിൽക്കാൻ. പിന്നെ എന്താ പറയുക, നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുകയും ചെയ്യും. പിന്നെ മുകളിൽ ആസ്പെറ്റോസ് ആയതുകൊണ്ട് മാത്രം ചെറിയ ചൂടുണ്ട് കേട്ടോ. പിന്നെ എന്ത് സാധനം ഈ സമയത്താണെന്നുണ്ടെങ്കിലും ചൂട് തന്നെയായിരിക്കും എവിടെയാണെന്നുണ്ടെങ്കിലും.
അപ്പോൾ അതെ കിച്ചണിൽ ഓരോ പണികളിലാണ് എല്ലാവരും. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ അമ്മായി വന്നിട്ടുണ്ട്. അമ്മേൻ്റെ ഏട്ടൻ്റെ വൈഫാണ്. പിന്നെ ചേച്ചീൻ്റെ പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. ചേച്ചിയും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അവർ. അപ്പോൾ കണ്ണൻ ഉറങ്ങിയിരുന്നു. അപ്പോൾ കണ്ണനെ വിളിച്ചുണർത്താനുള്ള ഒരു പരിപാടിയിലാണ്. ഇവർ പോകാനായിട്ടോ. ചായയൊക്കെ കൂടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണനെ കണ്ടില്ല. കണ്ണൻ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കിടന്നുറങ്ങിയതാണ്. കാരണം ഉച്ചയ്ക്കത്തെ വെയിലും ഇതൊക്കെ കൊണ്ടിട്ട് കണ്ണൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. കണ്ണൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞാവ. അപ്പോൾ കണ്ണനെ ഉണർത്താന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് വേണം കണ്ണനെ വിളിച്ചുണർത്താൻ. കുറേ നേരമായി ഉറങ്ങണം കേട്ടോ. അതുണ്ടോ വിളിച്ചുണർത്തണതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. ദൈവമേ, 2 ചേച്ചിമാര്, 1 ചേച്ചി 2 ചേച്ചി. നോക്ക്, കണ്ണ ഏതിലാ? റെഡിലാണോ വരുന്നത്? ജീപ്പിലാണോ അതോ സൈക്കിൾ അല്ല കാറിലാണോ? കണ്ണന ഏതാ വേണ്ടത്? റിമോട്ട്. അതിന് ബാറ്ററി ഇല്ല. കുറച്ചേരം ഇത് ബാറ്ററി വേഗം മാറ്റണം. കണ്ണോ ഉറക്കം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കളിക്കാൻ. കണ്ണനും പാറും ലച്ചുമോളും അച്ചാച്ചനും കൂടിയിട്ടുണ്ട്. വണ്ടി ഒരാൾ റിമോട്ടും കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ണൻ്റെ 1ാം പിറന്നാളിന് ഞാൻ വാങ്ങിക്കൊടുത്തതായിരുന്നു ഈ റെഡ് കാറ്. അപ്പോൾ ഇവരിങ്ങനെ കളിക്കണ കാണുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. അന്ന് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു വണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കൊന്നും അതൊന്നും ഓർമ്മ പോലും ഇല്ല. ഇനിയിപ്പോൾ വണ്ടി ഉണ്ടായിരുന്നെന്ന് പോലും ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ നേരം ഇവർ വണ്ടി ഉരുട്ടി കളിക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം മലാവിയിൽ നല്ല പുറത്ത് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് മിസ്സാവണ കുറേ കാര്യങ്ങളാണ്. നമ്മളെ റിലേറ്റീവ്സ് വീട്ടിൽ വരുന്നതും അവരെ വീട്ടിൽ പോകുന്നതും കല്യാണം കൂടുന്നതും അമ്പലത്തിൽ പോകുന്നതും വിഷു ഓണം ഇതെല്ലാം നമുക്ക് മിസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ മുറ്റം ഇപ്പം അടുത്താണ് കേട്ടോ കട്ടിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പിള്ളേർക്ക് വണ്ടിയൊക്കെ ഉരുട്ടി കളിക്കാൻ നല്ല സുഖമാണ്. സ്മൂത്തായിട്ട് ഉരുട്ടി കളിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം കളികളെല്ലാം കഴിഞ്ഞിട്ട് ഇത് ചേച്ചിയും പിള്ളേരും അമ്മായിയൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ അവരോട് പോവണ്ടെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇതേ ടാറ്റയും കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. ടാറ്റ കൊടുക്ക് ചേച്ചിക്ക്, ടാറ്റ കൊടുക്ക്. ബായ് പറ. ഒരു വണ്ടി വേണ്ട വേണ്ട മാങ്ങ ഉണ്ടായിട്ടില്ല. നേരം പോയി ആ ബസ് പോയാൽ മതിയമ്മേ. വെള്ളയിൽ കറിയാവുള്ളൂ മാങ്ങേൻ്റെ എല്ലാത്തിനും. ഒരു കാണണ്ടേ ടാറ്റ കൊടുക്കേ. ഇതിലിങ്ങനെ കൊടുത്തു. അപ്പോൾ കാണും ചേച്ചിമാരെ കാണില്ല. നോക്കിയാൽ ബായ് പറ പറഞ്ഞാലേ ബായ്. കണ്ണെണീച്ച് വന്നപ്പോഴത്തേക്കിനും ടാറ്റ തന്നില്ലേ? എന്താ കണ്ണ ഇതൊക്കെ കണ്ണന് സ്ലേറ്റ് ആനയുടെ തുമ്പിക്കൈയൊക്കെ ഇതാ. ഇവിടെ ഒരു പെൻസിലുണ്ട്. പെൻസിൽ ഉള്ളിൽ പോയി അതൊക്കെ പറ്റി പറഞ്ഞു.
ഇതല്ല കുഞ്ഞിതിൽ ഇങ്ങനെ അരക്കണേ. സ്ലൈറ്റ് കിട്ടിയിരുന്നില്ലേ അമ്പലത്തിൽ നിന്ന്? ഇങ്ങനെ ഉണ്ടല്ലേ. വെറുതെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതേ ഷേപ്പിൽ വരും. ഹാർട്ടൊക്കെ പ്രസ് ചെയ്താൽ ഹാർട്ടായിട്ട് വരും. കുഞ്ഞിന് പെൻസിൽ വായിക്കാനൊക്കെ അറിയാം. അടിപൊളിയാണേ. ഓന്റെ കേടെടുത്തി പെണ്ണിന്റെ ഇത് കൂർപ്പ് മോനെ കൊത്തിയാണ്ട്. ഇത് നോക്കി, ഇതാരാ ചിത്രത്തില്? അതാരാ? ഇതെന്താ? ഇത് ഞാൻ അതെടുത്തേക്ക്. ഇനി ഇത് നോക്ക്. ഇത് നോക്ക്. കണ്ണിന് കളർ അടിക്കാൻ ഇത് എന്തൊക്കെയാ? ഇതുണ്ടോ? പറക്കണുണ്ടോ? പറക്കണേ. അമ്മേ നല്ല രസമുണ്ടല്ലോ. മാറ്റി വെച്ചു. ഇതൊന്നും മാറ്റി വെക്കുവോ? ഇത് പെയിന്റ് ചെയ്യാനുള്ള ബുക്കാണേ. പെയിന്റ് ഇതാ പെയിന്റ്. നോക്കി ബോക്സിൽ എന്താ? പേന. ഇവിടെ തിരിക്കി, ബേക്കിൽ തിരിക്കി. അതിലല്ല ഇതില് അത് ഇതിലാണ്. സ്ലൈറ്റിലല്ല, ബുക്കില്. ഇതിന്റെ മൂട്ടിൽ തിരിക്കുന്നുണ്ടോ? ബാക്കിൽ ഇങ്ങനെ തിരിച്ചാൽ കണ്ട് ഇതുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിക്കുമ്പോ ഇനി ഇവിടെ കളർ അടിക്കും. കളറ് പുറത്തേക്ക് പോവാതെ അതിന്റെ ഉള്ളിൽ മാത്രം. സൂപ്പർ സൂപ്പർ. അടിപൊളിട്ടോ. കാണാൻ എല്ലാം അറിയാം. ഞങ്ങളെ പെയിന്റ് അടിക്കല്ലേ, അങ്ങനെ ആകെ അടിക്കാൻ പാടില്ല. ഈ കണ്ണിന്റെ ഉള്ളിൽ മാത്രം അങ്ങനെയൊക്കെ വെച്ചു. അതിന്റെ ഉള്ളിൽ, അതിന് പുറത്തേക്ക് പോവാനേ പാടില്ല. അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ച്. ഗുഡ് ഗുഡ് ഗുഡ്. അടിപൊളിയല്ലേ? ഞാൻ പെണ്ണിന്റെ അടുത്തേക്ക് പെണ്ണിന്റെ ബേക്ക് തിരിക്കി. ഇവിടെ തിരിക്കി. ഇവിടെ അങ്ങനെ തിരിക്കുമ്പോ ഇതല്ലോ, ഇത് തിരിക്കുമ്പോ ഉള്ളിലേക്ക് പോകണുണ്ടോ? എന്നിട്ട് ഇവിടെ വെക്കും. ഇങ്ങനെ അടക്കി ഇനി ബോക്സ് അടച്ചേക്കണം. ഇതെടുത്ത് കഴിഞ്ഞാ നല്ല കുട്ടി. ഇങ്ങനെ അപ്പം ഞാൻ കണ്ണന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കളിപ്പാട്ടങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് വണ്ടിയും കളിപ്പാട്ടും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ നഴ്സറിയിലൊക്കെ പോകാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കളറടിക്കുന്ന പെയിൻ്റ് അല്ല, ക്രയോണാണ് കൊണ്ടുവന്നത്. ഈ ഒരു പ്രായത്തിൽ ക്രയോൺസൊക്കെയാണല്ലോ നല്ലത്. അതും പെൻസിലും സ്ലേറ്റും പിന്നെ കളറടിക്കാൻ ഒരു ബുക്കും അങ്ങനെയൊക്കെയായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ കണ്ണന് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. കണ്ണന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതുമ്പോൾ തന്നെയായിരുന്നു പരിപാടി കേട്ടോ, കളറടിക്കലും പരിപാടികളൊക്കെ. അപ്പോൾ രാത്രി ആയപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ആ കുക്കറിൽ ഉണ്ടായിരുന്നത് നേരെ ഒരു ഉരുളിയിലേക്ക് മാറ്റാം കേട്ടോ. അതാകുമ്പോൾ എടുക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ അച്ചാച്ചൻ അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം, അച്ചമ്മയ്ക്ക് പൊന്താത്തതുകൊണ്ട്. അമ്മ ചിക്കനൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഈ ഒരു ഭാഗത്തേക്ക് അത്ര ഒരു പിടുത്തല്ല. അപ്പോൾ അത് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിക്കണം. അപ്പോൾ അച്ചമ്മേൻ്റെ റെസിപ്പിയൊക്കെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റെസിപ്പി പോലെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൻ ഇത് ഈ കളറിൻ്റെ ഇത് തന്നെ പരിപാടിയിലാണ്. അതിൻ്റെ ബേക്ക് തിരിച്ചാൽ കുറച്ചും കൂടെ നീട്ടം വരും എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. എപ്പോഴാണ് പൊട്ടിക്കാന്നറിയില്ല. കണ്ണന് ഇത് ഇവിടെ മാമുണ്ടാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയും സിനിമയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കണ്ണന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കാൻ വേണ്ടി തുടങ്ങി. ബിരിയാണിയും നല്ല സാലഡൊക്കെ ഉണ്ട്. അപ്പുറത്ത് നല്ല മുരിങ്ങയില താളിപ്പുണ്ട്. ഞങ്ങൾ താളിപ്പിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടില്ലേ. മുരിങ്ങയില താളിപ്പും മീൻ വറുത്തൊക്കെ എൻ്റെ അമ്മയ്ക്കുള്ള കേട്ടോ. അമ്മ ഇതൊന്നും കഴിക്കത്തില്ല, അമ്മ ചിക്കനൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അമ്മയ്ക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ളതാണത്. അപ്പം ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ മാലാവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷാമ്പയും പൊട്ടിക്കാമെന്ന് പറഞ്ഞത്. അച്ചാച്ചൻ ആൽക്കഹോളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാച്ചൻ സ്പെഷ്യലായി കൊണ്ടുവന്നതാണ് കേട്ടോ. അതായത് പ്യുവറായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസാണ്. അതിൽ ആൽക്കഹോൾ കണ്ടൻ്റ് ഒന്നുമില്ല. അപ്പോൾ നോക്കിയിട്ടുള്ള 100% പ്യുവറായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ മുകളിലേക്ക് പോയിട്ട് വലിയ ഒച്ചയിലുണ്ടാവും. മുകളിലേക്ക് ഭയങ്കര വലിയ ഒച്ചയിൽ പോകുന്നത് എനിക്ക് അറിയണതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് മാറി നിന്നു കേട്ടോ. അച്ചാച്ചൻ ആദ്യമായിട്ടാണ് തുറക്കുന്നത്. ഞങ്ങൾ കത്തിയൊക്കെ വെച്ചാണ് തുറന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തുറക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് പതയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് പോരും. ഞങ്ങളത് കുപ്പി അനക്കാതെ കുറച്ച് നേരം വെച്ചിട്ടാണ് തുറന്നത്. അതുകൊണ്ട് അധികം പതയൊന്നും പോകുന്നില്ല. കാരണം കുറേ പത പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജ്യൂസാണ് അങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് പോവുക. അപ്പോൾ വെറുതെ അത് കളയണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ
പതുക്കെയാണ് തുറന്നത്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസൊക്കെ കൊടുത്തു. പിന്നെ അതെ ഞാനും ബിരിയാണിയൊക്കെ കഴിക്കാൻ തുടങ്ങി. നല്ല ബിരിയാണി ഉണ്ട്. കുറേ നാൾക്ക് ശേഷം വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി കഴിക്കുകയാണ്. സാധാരണ മലാവിലാകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കലാണ്. നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. വേറെ ആരെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരികയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ബിരിയാണിക്ക് എനിക്ക് സാലഡ് മുഖ്യമാണ് കേട്ടോ. തൈരും കയ്യിൽ കുറച്ച് ഉള്ളിയും എന്നൊക്കെ അരിഞ്ഞിട്ട് എന്തെങ്കിലും ഉള്ളൊന്ന് കഴിക്കാൻ കഴിയാം. ബിരിയാണി ഇഷ്ടമാണ്, എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ സാലഡും കൂടി ഉണ്ടെങ്കിലും അടിപൊളിയാവുള്ളൂ. ഞങ്ങൾ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഇതേ മുത്തശ്ശിയും പേരക്കുട്ടിയും കൂടെ ഇവിടെ ഭയങ്കര കളിയിലാണ്. കണ്ണൻ്റെ കളിക്കോപ്പുകളാണ് ഇതെല്ലാം, ഐ മീൻ കളിപ്പാട്ടങ്ങളാണ് ഇതെല്ലാം. ഈ പെട്ടിയിലാണ് എല്ലാം എടുത്ത് പെറുക്കി വെക്കൽ. അതൊന്നായിട്ട് അങ്ങ് കുടയും കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടും കണ്ണന് ഉറക്കമൊന്നും വരുന്നില്ല, അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്. ഞങ്ങളെ വിഷു പർച്ചേസിംഗ് ഒക്കെയാണ്. വലുതായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാൻ വന്നവരേക്കും